ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ കൂടിൻ്റെ ഒരു വിശേഷമാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നുണ്ട്. നമ്മുടെ പെറ്റ്സോമിലെ പ്രാവിൻ്റെ കൂടായിരുന്നു ഇത്. കണ്ടോ, ഇത് ആക്ച്വലി ഇതിനകത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രാവിൻ്റെ കൂടാണ്, ഒരു 6 അറയുള്ള കൂടാണ്. അപ്പോൾ പെറ്റ്സോമിൽ ഒരു വർഷം മുന്നേ ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാരണങ്ങളുണ്ട് പ്രാവുകളെല്ലാം മിസ്സായി പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ പ്രാവിന് പുതിയ ഒരു കൂട് പൂച്ചയൊന്നും പിടിക്കാത്ത രീതിയിൽ സെറ്റ്, അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രാവിൻ്റെ കൂടിൻ്റെ അകം വരുന്നത്. പക്ഷേ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് പ്രാവുകളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രാവിനകത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഇതെന്താ ഫസ്റ്റ് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് കുട്ടിക്കാലം ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ പണ്ട് കുഞ്ഞുനാൾ തൊട്ടേ പ്രാവ് വളർത്തലും ഈ ഗപ്പി വളർത്തലൊക്കെ ആയിട്ടാണ് ഈ പെറ്റ്സിനോടുള്ള സ്നേഹം കൂടി വന്നത്. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ ബ്രീഡുകളും എല്ലാ സ്പീഷ്യസ് എക്സോട്ടിക് ആയിട്ടുള്ള ഐറ്റംസും ആനിമൽസും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രാവിനോടുള്ളൊരു ഹരം അത് വല്ലാത്തൊരു ഹരം തന്നെ. കണ്ടില്ലേ, നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള 2 കുട്ടികൾ. ഇതാണ് അതിൻ്റെ ഫാദർ. അതിൻ്റെ മദർ ബേഡ് താണ്ട് ഈ വരുന്ന ബേഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാവിനെ വാങ്ങിച്ച് വളർത്തുമ്പോൾ വീട്ടിൽ പ്രാർത്ഥിച്ചായി ഒക്കെ എതിരായിരുന്നു. ഇപ്പം നമുക്ക് നല്ല സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നു. പക്ഷേ പൂച്ച ഒരു വില്ലനായിട്ട് വന്നു. അങ്ങനെ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ പെറ്റ്സോമിലൊരു പുതിയ കൂട്, ഒരു 9 അടി ഹൈറ്റിലൊരു കൂട് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് പൂച്ചയെ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നല്ല രീതിയിൽ പിന്നെ സ്പേസ് അത്യാവശ്യം കുറവായതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ വലിയൊരു കേജ്, എന്നാലും ഒരു 8 അടി വീതിയിലാണ്, ഒരു എൽ ഷേപ്പിലാണ് ഈ കൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പെറ്റ്സോമിലെ പ്രാവുകളെ കണ്ടോ, കൂടുതൽ നാടൻ പ്രാവുകളാണ്. ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കാണാൻ വേണ്ടിയാണ് ഈ പ്രാവുകളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുദീനയുടെ ഒരു 2 പെയർ മുദീന ഇതുണ്ട്. പിന്നെ സാൻഡൽ ബേഡുണ്ട്. ഇവിടെ ഒരാൾ ഇങ്ങനെ മുട്ടയിട്ടിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊരു മുഗി ബേഡാണ്. സത്യത്തിൽ നല്ല പഴയ ഒരുപാട് മെമ്മറികൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ കൂട്ടി നിൽക്കുമ്പോൾ. പ്രാവിനോടുള്ള സ്നേഹം 10, 25 വർഷം 30 വർഷം മുന്നേ ഉള്ളൊരു സ്നേഹമാണ്. അത് പുതിയ സ്നേഹമൊന്നുമല്ല. അത് അന്നും ഇന്നും എല്ലാം ഒരുപാട് പേര് പ്രാവിനെ വളർത്തുന്നവരുണ്ട്. അത് പഴയ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കിട്ടും. അതുകൊണ്ട് തന്നെ പണ്ട് പ്രാവിനെ വാങ്ങാൻ പോകുമ്പോഴും ഞങ്ങളൊക്കെ വളർത്തുമ്പോൾ 20 രൂപ 25 രൂപയ്ക്ക് അന്ന് വിലയുള്ളൂ. അപ്പം പേരൊക്കെ നല്ല വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നത്തെ പ്രാവുകളൊക്കെ കൂടുതൽ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. ഇതുകൊണ്ടൊക്കെയുള്ളൊരു സെറ്റപ്പ് ഇപ്പോൾ ഒരു 4-5 വർഷം ആയതേയുള്ളൂ ഇപ്പോൾ ആൾക്കാർ ഈ കൂടിനകത്ത് പ്രാവുകളെ വളർത്തുന്നത് അഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ചു വിടും. നമ്മൾ ഈവനിങ് ഒക്കെ നമ്മൾ കൂടിന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പ്രാവുകൾ ഇവിടെ തന്നെ നടന്ന് വീട്ടും കൂടി തന്നെ കയറും. കുഞ്ഞിനെ കാണണോ? ബാ കൂടിലോട്ട് കയറായി കാണിച്ചു തരാം. ബാ വരിക. ഒരാൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന ആളെ കാണണോ? കുഞ്ഞിനെ കാണണോ? കുഞ്ഞിനെ കാണിക്കാമല്ലോ. പപ്പാടെ മോക്ക് കുഞ്ഞിനെ കാണിക്കാം. നമ്മുടെയൊക്കെ മക്കൾക്ക് ഇതിനെയൊക്കെ വളർത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് വരെ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. വാടാ കയറി ഓടി വരും. ഇതിൽ ഈ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര വേറെ ഏത് പെറ്റ്സിനെ വളർത്തിയാലും ഈ ഒരു ഫീൽ കിട്ടത്തില്ല. മോള് നിൽക്കുന്നതുകൊണ്ട് ക്യാമറയെ കണ്ട് പേടിച്ചിരിക്കുക. പ്രാവുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീൽ തന്നെ. അതാണ് എൻ്റെ പേരൻസ്. കുഞ്ഞിൻ്റെ ഒരു പ്രാവ് വരുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ പ്രാവും നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും ഇവരുമായിട്ടൊക്കെ ഒരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും നമുക്ക് മാറും. പണ്ടൊക്കെ നമ്മൾ പ്രാവിനോളത്തുമ്പോൾ റേഷൻ കടയിൽ പോയി ഗോതമ്പും അരിയൊക്കെ വാങ്ങിച്ച് തിന്നകത്ത് വെച്ചിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ച് കൊടുക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പണ്ട് കുട്ടിക്കാലങ്ങളിൽ ഫസ്റ്റിലെ പോകുന്ന പ്രാവുകളിലോട്ട് പ്രാവിനെ അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു അതിന് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ. അതൊക്കെ അനുഭവിച്ചോട്ട് ഉള്ളവർക്കറിയാം. അതിൻ്റെ ഒരു ഫീലൊന്നും ഒരിക്കലും വേറെ ഒരു പെറ്റ്സിനെ വളർത്തിയാൽ കിട്ടത്തില്ല. അതിപ്പോഴും പ്രാവിനോടുള്ള ഹരം നമുക്കൊന്നും മാറിയിട്ടില്ല. എത്ര വർഷം കഴിഞ്ഞാലും ആ പ്രാവിനോടുള്ള ഹരമൊന്നും നമുക്ക് ആർക്കും മറക്കാനും പറ്റില്ല. നമുക്ക് പ്രാവ് കുഞ്ഞുങ്ങളെ കാണണോ? അപ്പോൾ കാണിച്ചതേ വേണ്ട. വാ, പ്രാവ് കുഞ്ഞുങ്ങളെ കാണണം. പ്രാവ് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് കൂടിനകത്ത്. ആരാന്ന് നോക്കിയാൽ ആയിരിക്കാം പ്രാവ് കുഞ്ഞിനെ കാണണ്ടേ? കണ്ടാ? ആഹാ, ഇത് പേരിട്ടടാ ചച്ചു കുഞ്ഞുങ്ങൾക്ക്. ഇത് പേരിട്ടേ
ഇഷ്ടപ്പെട്ടോ പ്രാകുഞ്ഞുങ്ങളെ? വേണോ പ്രാകുഞ്ഞുങ്ങളെ? വേണോടാ? അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിനോടൊക്കെ ക്രേസ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാര്യം. അതുകൊണ്ടാ കൊച്ചു പ്രായത്തിൽ ഫോൺ യൂസിങ്, എപ്പോഴും ഫോൺ യൂസിങ്ങും ടി വി കാണക്കലൊക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെറ്ററാണ്. പിള്ളേരെല്ലാവരും അധികമായി ഫോൺ യൂസ് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് പെറ്റ്സിനെ വളർത്തല്. 4 കുട്ടികളെ കണ്ട ഏകദേശം ഒരു 30 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അത് പറക്കാറാവും.